നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്കെതിരെ അവസരവാദി എന്ന ആരോപണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയിരുന്നു. ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടപ്പോൾ അവരെ പുറത്തിറക്കാൻ പരിശ്രമിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരുന്നെന്നും അതിനാൽ അമിത്ഷായോട് തങ്ങൾക്ക് നന്ദിയുണ്ടെന്നുമാണ് ജോസഫ് പാംബ്ലാനി പ്രസ്താവിച്ചത്. ഇതിനെതിരെയാണ് പാംബ്ലാനി ഒരു അവസരവാദിയാണെന്ന് പറഞ്ഞ് MV ഗോവിന്ദൻ രംഗത്ത് വന്നതും അതിനെതിരെ തലശ്ശേരി അതിരൂപത നിലപാടെടുത്തതും. ഗോവിന്ദൻ ഗോവിന്ദച്ചാമി ആകരുത് എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനയുമായാണ് MV ഗോവിന്ദനെ നേരിടാൻ തലശ്ശേരി രൂപത രംഗത്ത് വന്നത്. എന്താണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ആരോപണവുമായി രംഗത്ത് വരാൻ MV ഗോവിന്ദനെ പ്രേരിപ്പിച്ചത്? പാംബ്ലാനി എന്തൊക്കെ പറഞ്ഞാലും അത് കേട്ട് മിണ്ടാതിരുന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതിരുന്നു. എന്നാൽ തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പിൻ്റെ പ്രസ്താവന തന്നെ കയറിപ്പിടിച്ച് എന്തുകൊണ്ടാണ് MV ഗോവിന്ദൻ ഒരു വിവാദമാക്കുന്നത്? അതും തെരഞ്ഞെടുപ്പ് അടുക്കാൻ ഇനി കഷ്ടിച്ച് 6 മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്നിരിക്കെ ഇത് വേറൊരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമാണെന്നാണ് CPM നേതാക്കളിൽ ചിലർ രഹസ്യമായി പറയുന്നത്. ജോൺ ബ്രിട്ടാസ്, പിണറായി വിജയൻ്റെ അടുത്താളും കൈരളി TVയുടെ MDയുമായ ഇപ്പോഴത്തെ രാജ്യസഭാ അംഗം ജോൺ ബ്രിട്ടാസ് തളിപ്പറമ്പിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ CPMനുള്ളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. CPM അത് സ്ഥിരീകരിക്കുന്നുമുണ്ട്. തളിപ്പറമ്പിൽ വലിയ തോതിൽ ക്രൈസ്തവ വോട്ടുകൾ ഉള്ളതാണ്. തളിപ്പറമ്പിലും കല്യാശ്ശേരിയിലുമൊക്കെ ജോൺ ബ്രിട്ടാസ് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തലശ്ശേരി അതിരൂപതയുടെ കീഴിൽ വരുന്ന പ്രദേശങ്ങളാണ് ഈ പറയുന്ന തളിപ്പറമ്പും കല്യാശ്ശേരിയുമൊക്കെ. ഈ 2 മണ്ഡലങ്ങളിലും അത്യാവശ്യം ക്രൈസ്തവ വോട്ടുകളുണ്ട്. ഒരാളെ ജയിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ക്രൈസ്തവ വോട്ടുകൾ ഉണ്ട് താനും. അപ്പോൾ ജോൺ ബ്രിട്ടാസ് ആ മണ്ഡലത്തിൽ മത്സരിച്ചാൽ വിജയിക്കാതിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം MV ഗോവിന്ദൻ ഉണ്ടായിരുന്നു. ക്രൈസ്തവ വോട്ടുകളെ നഷ്ടപ്പെടുത്താനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായാണോ MV ഗോവിന്ദൻ ഇപ്പോൾ ചാടിക്കയറി പാംബ്ലാനിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയത്? ജോൺ ബ്രിട്ടാസിനെ അനുകൂലിക്കുന്ന ആളുകൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത് അങ്ങനെയാണ്. ജോൺ ബ്രിട്ടാസിൻ്റെ കണ്ണൂരിലെ സാധ്യതകളെ ഇല്ലാതാക്കാനുള്ളൊരു തന്ത്രത്തിൻ്റെ ഭാഗമായാണ് MV ഗോവിന്ദൻ ഒരു കാര്യവുമില്ലാതെ പാംബ്ലാനിയുടെ തലയ്ക്ക് കയറിയതെന്നാണ് പറയുന്നത്. MV ഗോവിന്ദൻ മാത്രമല്ല, ഇപ്പോൾ DYFIയും ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. DYFIയും പാംബ്ലാനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയം കൂടുതൽ കലുഷിതമാകാനേ ഇത് ഉപകരിക്കൂ. കാരണം കുടിയേറ്റ മേഖലകളിൽ നല്ല തോതിൽ ക്രൈസ്തവ ജനസംഖ്യയുണ്ട്. അവയുടെ വോട്ട് കിട്ടിയാൽ മാത്രമേ CPM സ്ഥാനാർത്ഥികളും ജയിക്കുകയുള്ളൂ. തളിപ്പറമ്പിലും കല്യാശ്ശേരിയിലുമെല്ലാം നല്ല രീതിയിൽ ക്രൈസ്തവ കുടിയേറ്റ മേഖലകളുണ്ട്. അവിടെ നിന്നുള്ള വോട്ടുകൾ ലഭിച്ചാലേ അവിടെ നിന്ന് CPMന് ജയിക്കാൻ കഴിയുകയുള്ളൂ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിൽ ജോൺ ബ്രിട്ടാസ് കണ്ണുവയ്ക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബ്രിട്ടാസിൻ്റെ സാധ്യതകളെ അവിടെ ഇല്ലാതാക്കാൻ MV ഗോവിന്ദൻ മനഃപൂർവ്വം ചെയ്തതാണ് ഈ പാംബ്ലാനി വിരുദ്ധ പ്രസ്താവന എന്നാണ് ചില CPM നേതാക്കൾ രഹസ്യമായി സൂചിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണെന്ന് താഴെത്തട്ടിലുള്ള ചില CPM പ്രവർത്തകരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞപ്പോൾ നമുക്ക് വിവരം കിട്ടുകയും ചെയ്തു. കണ്ണൂർ ജില്ല ബ്രിട്ടാസിൻ്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ കണ്ണൂരിലെ ക്രൈസ്തവരെ CPM വിരുദ്ധരാക്കുക എന്ന തന്ത്രത്തിൻ്റെ ഭാഗമായാണോ ഈ MV ഗോവിന്ദൻ ഇപ്പോൾ ചാടിക്കേറി പാംബ്ലാനി വിരുദ്ധ പ്രസ്താവന, പാംബ്ലാനി അവസരവാദിയാണെന്ന തരത്തിലുള്ള പ്രസ്താവന പുറപ്പെടുവിച്ചത്? അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ പ്രസ്താവിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. കാരണം ക്രൈസ്തവ സമൂഹം പൊതുവെ ഇപ്പോൾ UDFനോടും കോൺഗ്രസിനോടും അടുക്കുന്ന സമയത്ത് അവരെ പ്രകോപിപ്പിച്ച് കൂടുതൽ UDFനോട് അടുപ്പിക്കേണ്ട യാതൊരു കാര്യവും MV ഗോവിന്ദനില്ല. പക്ഷേ അദ്ദേഹം ഇത് പറയാൻ കാരണം, ഇങ്ങനൊരു അവസരവാദ പ്രസ്താവന അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വരാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല. ജോൺ ബ്രിട്ടാസ് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള, അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് സ്വാധീനമുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്നും, കണ്ണൂർ ജില്ലയിലെ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചാൽ ജോൺ ബ്രിട്ടാസ് ജയിക്കും. അങ്ങനെ വരുമ്പോൾ നിയമസഭയിലെത്തുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ട സ്ഥാനങ്ങളുണ്ടാവും. അങ്ങനെ വരുമ്പോൾ അത് ഇല്ലാതാക്കാൻ, ബ്രിട്ടാസിൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കാൻ വേണ്ടി MV ഗോവിന്ദൻ ഒപ്പിച്ച പണിയാണ് ഈ പാംബ്ലാനിക്കെതിരെയുള്ള അവസരവാദി പ്രയോഗമെന്നാണ് CPM നേതാക്കൾ പലരും രഹസ്യമായി തന്നെ സമ്മതിക്കുന്നത്.